എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 5 അധ്യായം 8 15 ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്യതാം ദൃശമുദ്വിഗ്നമനാം നഷ്ടദ്രവിണൈവ കൃപണ സകരുണ മതിദർശേണ ഹരിണഗുണകവിരഹ വിഹ്വല ഹൃദയസന്താപസ്തമേവാനുശോചൻ കില കശ്മലം മഹദവിരംവിത ഇതിഹോവാചാം അഭിവദസ്സ വൈ കൃപണ ഏണ ബാലകോ അമൃതഹരിണീം സുദോഹോ മമാനാര്യസ്യ ഷഡകിരാതമതേര കൃതസുഹൃദസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യേന തദവിഗണയൻ സുജനൈവാഗമിഷ്യതി അഭിക്ഷേമേണാസ്മിന്നാശ്രമോ ഭവനീം ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി അഭിജനവൃഗസാലാവൃഗോ അന്യതമോ വാം നൈകചരം ഏകചരോം വാം ഭക്ഷയതീം നിമ്ലോജതീം ഹ ഭഗവാൻ സകലജഗൽ ക്ഷേമോദയസ്ത്രയാത്മത്യാഭിമമന്ന മൃഗവധൂന്യാസാഗച്ഛതീം അഭിസ്വദിതകൃത സുഹൃതമാഗത്യ മാം സുഭയിഷ്യതീം ഹരിണരാജകുമാരോ വിവിധരുചിരദർശനീയ നിജമൃഗധാരക വിനോദൈരസന്തോഷം സ്വനാമവനുദൻ ശ്വേളികായാം മാം മൃഷാസമയം ആദിനാമീലിത ദൃശം പ്രേമസംരംഭേണ ചകിതചകിതാഗത്യാം പൃഷദപരുഷവിഷാണാഗ്രേണ ലുടതീം ആസാദിതം ഹവിഷീം ബർഹിഷീം ഭൂഷിതേം അയോപാലബ്ധോം ബീദബീദകാം സപദ്യുപരതരാസ ഋഷികുമാരവദവിഹിത കർണകലാഭാസ്തേം കിം വാമരേം ആചരിതം തപസ്തപസ്വിന്യാനയാം യദീയമവനീം സവിനയ കൃഷ്ണസാരതനയം അനുദര സുഭഗ ശിവതമാഗരഗുരപദം പങ്ക്തിഭിർ ദ്രവിണവിദുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണപദവീം സൂചയന്ത്യാത്മാനം ച സർവദ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവേജനം കരോതീം അഭിസ്വദിസൗ ഭഗവാൻ ഉടുപതിരേനം മൃഗപതിഭയാൻ മൃതമാതരം മൃഗപാലകം സ്വാശ്രമപരേ ഭ്രഷ്ടമനുകമ്പയാം കൃപണജനവത്സര പരിഭാതി കിം വാത്മജം വിശ്ലേഷജ്വരവദഃ അശിഗാഭിരുപതപ്യമാന ഹൃദയസ്ഥ സലം നളിനീകം മാമുപസൃതമൃഗീതനയം ശിശിരശാന്താനുരാഗഗുണിത നിജവദന സലിലാമൃതമയഗുപസ്തിഭി സ്വദയദീതിജഹാം ഏവമഗടമാനമനോരഥാകുലഹൃദയോ മൃഗധാരകാഭാസേന സ്വാരബ്ധകർമ്മണാം യോഗാരംഭണതോം വിഭ്രംശിതസ്സ യോഗതാപസോം ഭഗവതാരാധനലക്ഷണാഞ്ച കഥമിതരതാം ജാദ്യന്തരേണ ഗുണക ആസംഗ സാക്ഷാൽ നിശ്രേയസ പ്രതിപക്ഷതയാം പ്രാക്പരിത്യക്ത ദുസ്ത്യജഹൃദയാഭിജാതസ്യ തസൈവ മന്ദരായം വിഹത യോഗാരംഭണസ്യാം രാജർഷ്യൻ ഭരതസ്യ താവൻ മൃഗ അർഭകപോഷണപാലന പ്രീണന ലാളനാനുഷംഗേണാം വിഗണയത ആത്മാനമഹിരിവാകും വിലം ദുരതിക്രമകാല കരാളരഭസാമാബദ്ധ്യതാം തദാനീമഭി പാർശ്വവർത്തിനാം ആത്മജമിവാനുശോചന്തമഭി വീക്ഷമാണോ മൃഗ ഏവാഭിനിവേശിതമനാം വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനൂന മൃതജന്മാനുസ്മൃതിരിതരവൻ മൃഗശരീരമവാഭാം തത്രാഭിഹവാമാത്മനോ മൃഗത്വകാരണം ഭഗവതാരാധനസമീഹാനുഭാവേനാനുസ്മൃത്യം ദൃശമനുതഭ്യമാനാഹാം അഹോ കഷ്ടം ദ്രഷ്ടോഹമാത്മവതാമനുവദാധ്യാത്യുമുക്ത സമസ്തസംഗസ്യ വിവിക്ത പുണ്യാരണ്യ ശരണസ്യ ആത്മവ്രത ആത്മനി സർവേഷാം ആത്മാനാം ഭഗവതീം വാസുദേവ തദനുശ്രവണമനന സങ്കീർത്തനാരാധനാനുസ്മരണാഭിയോഗേന ശൂന്യസകല യാമേന കാലേന സമാവേശിതം സമാഹിതം കാർഷിണ്യേന മനസ്തത്വ പുനർമമാ ഓം ദസ്യാരാൻ മൃഗസുതമനു
പരിശുശ്രാവ ഇത്യവം നിഗൂഢനിർവേദം വിസൃജ്യ മൃഗീമാതരം പുനർഭഗവത് ക്ഷേത്രമുപശമീല മുനിഗണതയിതം ശാലഗ്രാമം പുലസ്ത്യ പുലഹാശ്രമം കാലഞ്ചരാത് പ്രത്യാജഗാമാം തസ്മിനവികാലം പ്രതീക്ഷമാണാം സംഘാചദൃശമുദ്വിഗ്ന ആത്മസഹചര ശുഷ്കപർണ തൃണവിരുദ്ധം വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണയൻ മൃഗശരീരം തീർത്ഥോദകക്ലിന്നമുത്സർജ ഇത് ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ഭരതചരിതേ അഷ്ടമോധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പം അങ്ങനെ ഇദ്ദേഹം മാനായി ജനിച്ചു എന്ന് പറയണം അല്ലേ. അപ്പോൾ നോക്കൂ, മാനായി ജനിച്ചിട്ടും അദ്ദേഹത്തിന് ആ വിചാരം കിട്ടിയത്. അപ്പോൾ മാനിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ മാനായി ജനിച്ചപ്പോൾ ആ മാനിൻ്റെ കാര്യത്തിൽ നോക്ക്, മൃഗങ്ങളിലെല്ലാം മനുഷ്യരെക്കാൾ കൂടുതൽ ഈ മൃഗങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കും മൃഗങ്ങളിൽ അങ്ങനെ ആ വിചാരമൊന്നും ഇല്ല എന്ന്. അതായത് അവർക്ക് ബുദ്ധിയില്ല, അങ്ങനെ നമ്മളെപ്പോലെയൊന്നും അല്ല, അങ്ങനെയൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെ എന്നൊക്കെയാണ് ഉപമിക്കുക അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൃഗങ്ങളെ പോലെയെന്ന് ഉപമിക്കുന്നതിന് മോശമായ കാര്യത്തിനല്ല നമ്മൾ ഉപമിക്കേണ്ടത്, നല്ല കാര്യത്തിനാണ് ഉപമിക്കേണ്ടത്. ഏതൊരു മൃഗത്തിനും ക്രൂര സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പുലി പോലും അതിൻ്റെ ആഹാരത്തിന് വേണ്ടി മാത്രമേ അത് പ്രകൃതിയിൽ നിന്ന് എടുക്കാറുള്ളൂ. പ്രകൃതിയിൽ നിന്ന് അതിനെന്താണോ ആഹാരം അത് മാത്രമേ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് അതിന് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ശ്രദ്ധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മുന്നിൽ എത്ര മാനോ മുയലോ വന്നാലും പിന്നെ അതൊന്നും ശ്രദ്ധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ആ പകുതി കഴിച്ചത് ഇങ്ങനെ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് അതിങ്ങനെ ഗുഹയിലൊക്കെ വിശ്രമിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിശക്കുമ്പോൾ അതാ കഴിക്കുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ വേറെ ഇരതയിടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നോക്കൂ, മൃഗങ്ങളെക്കാൾ എത്രയോ തരംതാണ് പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണ്. കാരണം നമ്മൾ നമ്മളുടെ ആവശ്യത്തിനുള്ളത് മാത്രമല്ല സമ്പാദിക്കുന്നത്, അതും അനധികൃതമായ രീതിയിലും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടും നമ്മൾ എന്തുമാത്രം സ്വത്ത് സമ്പാദിച്ച് വയ്ക്കുകയാണ് അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും. അപ്പോൾ അത് വളരെ തെറ്റല്ലേ. നമ്മൾ അവർക്ക് കൂടി അവകാശപ്പെട്ട പ്രകൃതി, അതായത് ഭൂമി എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ആ ഭൂമിയെ നമ്മൾ നാശമാക്കുമ്പോൾ ആർക്കൊക്കെയാണ്? മൃഗങ്ങൾക്കും കൂടി ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളാണ് ശരിക്കും വേണമെങ്കിൽ നമ്മളെയാണ് മൃഗസ്വഭാവം എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. മൃഗസ്വഭാവം എന്ന് പറയുന്നത് ഒരു മോശമായിട്ടാണ് നമ്മൾ പറയാറെങ്കിലും മൃഗങ്ങളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിത രീതിയിൽ എത്ര ശാന്തതയുണ്ട് എന്നുള്ളത് നമ്മൾ അവരെ നിരീക്ഷണം ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഓരോ മൃഗങ്ങൾക്കും നമ്മൾക്ക് മരണഭയം അല്ലേ, നമ്മൾ അതൊക്കെ പോകാനാണ്, നമ്മൾ ഈ മരണഭയമൊക്കെ പോകാനാണ് നമ്മൾ ഈ സാധനയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ മൃഗങ്ങളെ പോലെ ആവാനാണ് ഒരു പക്ഷേ നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് ധാരാളം ആശുപത്രികളും ഒക്കെ ഉണ്ട് അല്ലേ. മൃഗങ്ങൾക്ക് അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല. എന്നിട്ടും അവരുടെ സമയമാകുമ്പോൾ നമ്മുടെ ആ സമയമാകുന്ന സമയത്ത് നമ്മൾ ശരീരം ഉപേക്ഷിക്കണം എന്നുള്ള ഒരു നിയമമാണ്. അത് നടന്നിട്ടും അവരുടെ വംശനാശത്തിനോ ഒന്നും സംഭവിക്കുന്നില്ല. അവർക്ക് ആശുപത്രികളില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിലുള്ള മൃഗങ്ങൾ ഒന്നിച്ച് ചത്തൊടുങ്ങുകയോ, പ്രകൃതിയിലെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല കാട്ടിൽ അല്ലേ. നമ്മളുടെ കൈ എത്തിപ്പെടാൻ പറ്റാത്ത കാട്ടിൽ മൃഗങ്ങളും പക്ഷികളും മരങ്ങളും എല്ലാം സുഖമായി ജീവിക്കുകയാണ്. നമ്മളാണ് അവരുടെ വംശനാശത്തിനും കൂടി കാരണമാക്കുന്നത്. നമ്മൾ അവയെ പിടിച്ച് നമ്മൾ ഉപദ്രവിച്ച് നമ്മൾ കൊന്നു തിന്നും മറ്റും. മനുഷ്യനാണ് മൃഗങ്ങളുടെ വംശനാശത്തിന് ഭീഷണി, മനുഷ്യൻ തന്നെയാണ് അല്ലേ. ഇതന്നെ നമ്മൾ കണ്ടുവരുന്നത് ഇന്ന്. എന്നിട്ട് അതിനെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും കള്ളത്തരത്തിലൂടെ അവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ മനുഷ്യരാണ് പ്രകൃതിയെയും എല്ലാം നശിപ്പിക്കുന്നതും പ്രകൃതിയെ മലിനമാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. മനുഷ്യൻ എന്നൊരു ജീവി ഈ ഭൂമിയിലില്ലെങ്കിൽ ഈ ഭൂമി വളരെ സുന്ദരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെയാണ് അതിനെ മോശമാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മൃഗത്തിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. മൃഗശരീരം കിട്ടിയ ആ മാനിന് തൻ്റെ പൂർവ്വജന്മസ്മൃതി കൊണ്ട് അതെല്ലാം ഓർമ്മ വന്നെങ്കിലും അങ്ങനെ ജീവിക്കാൻ പറ്റണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പർണശാലയിൽ പോയി നിൽക്കുക, അത് കഴിഞ്ഞ്
ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിക്കുക, അങ്ങനെ തൻ്റെ ജീവിതത്തെ കൊണ്ടുപോയി ഒടുവ് മരണസമയമാകുന്ന സമയത്ത് ആ ജീവി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അത് പോയി ആ കുളത്തിൻ്റെ അതായത് ജലത്തിൽ നദീപ്രവാഹത്തിൻ്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയോ അങ്ങനെ പ്രകൃതിയിൽ ലയിച്ച് ചേരട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതത്ര ബുദ്ധിപരമായിട്ടാണ് നോക്കും. മനുഷ്യരാണ് അങ്ങനെ അല്ലാത്തത്. എത്ര നമ്മുടെ എല്ലാ ധർമാർത്ഥ കാമമോക്ഷങ്ങളും ചെയ്ത് എല്ലാം കഴിഞ്ഞാലും അവസാനം മരിക്കാറായാലും അവരെ നമ്മൾ സമാധാനത്തോടെ മരിക്കാൻ ഇപ്പം സമ്മതിക്കണില്ല. മുമ്പൊക്കെ എല്ലാ വീടുകളിലും എങ്ങനെയായിരുന്നു, വൃദ്ധന്മാരും വയസ്സാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എല്ലാവരും നോക്കും, അവർക്ക് എല്ലാം കൊടുത്തു നോക്കും. അവർ മരിക്കാറായാൽ അവരെ എവിടെയും കൊണ്ടുപോവില്ല, അവരവിടെ തന്നെ ഇരുന്ന് അവർക്കറിയാൻ പറ്റും, അതിനെ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിക്കും. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പോഴേക്കും നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അതുപോലെ തന്നെ ICUവും വെൻറ്റിലേറ്ററും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഒരു വെള്ളം പോലും കിട്ടാതെയും വളരെ കഷ്ടപ്പെട്ടുമൊക്കെ നമ്മുടെ മരണം ആയിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവാതിരിക്കാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതുപോലെ നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുക, സാധനയൊക്കെ ചെയ്യുക, അങ്ങനെ അതിലേക്കൊക്കെ വരണമെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അതായത് ഇപ്പോൾ ഭാഗവതം അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനിപ്പോൾ വളരെ എളുപ്പമായി പഠിക്കാൻ വേണ്ടിയാണല്ലോ യൂട്യൂബൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ യൂട്യൂബിലൊക്കെ അത് വരുമ്പോൾ നമ്മൾ അതൊക്കെ കേൾക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് മനസ്സമാധാനം, അവസാന സമയത്ത് നമുക്ക് മോക്ഷവും അതുപോലെ എല്ലാം നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. നമ്മുടെ മരിച്ചുപോയ മോക്ഷം കിട്ടാതെ മരിച്ചുപോയ നമ്മുടെ പൂർവികർക്ക് പോലും മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പോലും മോക്ഷം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം. പലരും ഇന്ന് എത്ര വാർദ്ധക്യത്തിലെത്തിയാലും അവർക്ക് ആ ഒരു ചിന്തയല്ല വരുന്നത്, സുലോലുപമായി ജീവിക്കുക എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ അത് വേണ്ടാന്നല്ല പറയുന്നത്, അതോടൊപ്പം തന്നെ ഇതും കൂടി ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവും. ഇത് രാവിലെ നമ്മൾ 1 മണിക്കൂറോ അരമണിക്കൂറോ അതുപോലെ വൈകുന്നേരം 1 അരമണിക്കൂറോ ഒക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ നമ്മൾ അവസാനത്തെ സമയത്ത് കുറേയൊക്കെ ഇങ്ങനെ ആശ്രമങ്ങൾ സന്ദർശിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതുപോലെ അനാഥാലയങ്ങൾ സന്ദർശിക്കുക, അവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയാലേ നമുക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നാമത് ഈ പൈസയല്ല കരുതി വയ്ക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കരുതി വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി നന്നായി വരുന്നുള്ളതാണ്. അതായത് പ്രഹ്ലാദൻ്റെ എത്രയോ തലമുറയെ ഭഗവാൻ അനുഗ്രഹിച്ചു അല്ലേ. പ്രഹ്ലാദൻ്റെ കുറേ തലമുറ വരെ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. എന്തുകൊണ്ടാണത്? പ്രഹ്ലാദൻ ചെയ്ത സൽപ്രവൃത്തി കൊണ്ടാണ്. അപ്പം നമ്മളെങ്ങനെയുള്ള ഭാഗവതം പാരായണം ചെയ്യുക, അതുപോലെ ഭാഗവതം അതുപോലെ ഭഗവത്ഗീത അങ്ങനെയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഉന്നതിയിലെത്താൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഈ ഭാഗവതത്തിൽ എന്താണ് ഇങ്ങനെ ഒരു കഥ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. കാരണം ഒരു മാനിനെ വളർത്തിയത് കൊണ്ട് അദ്ദേഹം മാനായി ജനിച്ചുവല്ലോ, പിന്നെ ആ മാൻ പിന്നെ ഇത്രയും മാനായിട്ട് പോലും മൃഗമായിട്ട് പോലും അതിങ്ങനെ സാധന ചെയ്തുവല്ലോ. നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, മൃഗങ്ങളായിട്ട് എത്രയോ പേര് അങ്ങനെ ചെയ്തവരുണ്ട്. ഇപ്പോൾ ജടായുവിൻ്റെ കഥ തന്നെ നോക്കൂ. ജടായു ഒക്കെ ഒരു പക്ഷിയായിട്ട് കൂടിയിട്ട് അത് സീതാദേവിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ, സീതാദേവിയെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഒരു സത്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആനകളായാലും അതുപോലെ ഏത് മൃഗങ്ങളെയും നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അവരെ നമുക്ക്, അതായത് ഒരു പാമ്പ് പോലും നമ്മളെ ഓടി വന്നൊരിക്കലും കടിക്കില്ല. കാരണം നമ്മൾ അവരെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളതിനെ ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതികരിക്കുകയാണ്. അല്ലാതെ ഒരു പാമ്പ് ഓടി വന്ന് നമ്മളെ കടിക്കുകയോ ഒരു പുലി ഓടി വന്ന് നമ്മളെ പിടിക്കുകയോ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിലുള്ള തെറ്റ് കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെയാണ് നമ്മൾക്ക് അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളാണ് മാറേണ്ടത്. നമ്മളെപ്പോഴും പറയും മറ്റുള്ളവർ, പക്ഷേ മൃഗങ്ങളിൽ നിന്നൊക്കെ പ്രകൃതിയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്.
അതൊക്കെയാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതൊരു മാനിൻ്റെ പുനർജനിച്ച കഥയോ അങ്ങനെയല്ല നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഉള്ളിൽ. ഇതെഴുതിയ വേദവ്യാസ മഹർഷി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ നമ്മൾക്ക് കുറേ സാധന ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതിന്നൊക്കെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളും മറ്റ് ജീവജാലങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കി നമുക്ക് പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അങ്ങനെയൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തും.